എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു എഗ് റൈസ് ആണ് മുട്ടച്ചോറ്. ഇതിൽ നമ്മൾ യാതൊരു സോസുകളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു എഗ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു എഗ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 2 കപ്പ് അളവിൽ ബസ്മതി റൈസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ബസ്മതി റൈസ് ആണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ബസ്മതി റൈസിന് പകരം നിങ്ങൾക്ക് കൈമ റൈസ്, ജീരകശാല അരി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാധാ ചോറ് വേണമെങ്കിൽ എടുത്തത് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഈ അരി ഒരു 3-4 തവണ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഈ ഒരു അരി ഒന്ന് കുതിരാനിടാം. മാക്സിമം ഒരു 5 മിനിറ്റ് മതി കേട്ടോ. അതിൽ കൂടുതൽ സമയം നമ്മളിത് കുതിരാൻ വേണ്ടിയിട്ട് ഇടണ്ട. ഇനി അരി വേവിക്കാനായിട്ട് ഇതുപോലൊരു വലിയ പാത്രത്തിൽ കുറച്ച് ഏറെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ഈ അരി നമ്മൾ വെള്ളം വറ്റിച്ചിട്ടല്ല വേവിച്ചിട്ട് എടുക്കുന്നത്. കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരി നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും അരി നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി അതിൻ്റെ ഒരു വെള്ളം കളഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലൊരു 3 ഏലക്കായും അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പും ചെറിയ 2 കഷ്ണം കറുവപ്പട്ടയാണിത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഇതുപോലെ അരി വേവിക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ചോറിൽ ഒരു ഉപ്പ് കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്താണ് നമ്മളൊരു 5 മിനിറ്റോളം കുതിരാൻ വെച്ചിരുന്ന അരിയെ അതിൻ്റെ ഒരു വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളം വെട്ടി തിളക്കണം കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ അരി ഇട്ട് കൊടുക്കാവുള്ളൂ. ഇതുപോലെ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ബസ്മതി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരി വെന്ത് കിട്ടും. അരി ഒരുപാട് ഓവറായിട്ട് വെന്ത് പോവാതെ കറക്റ്റ് ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ആ ഒരു വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു പാകത്തിന് അരി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി ആ ഒരു വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞിട്ട് എടുക്കോ, അല്ലെങ്കിൽ ഇതിലൊരു അരിപ്പത്തവി കൊണ്ട് കോരി ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു പാകത്തിന് ചോറ് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 4 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചുറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൈസ് ഇവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതൊരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തിരപ്പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചൊവ അങ്ങ് മാറി വെളുത്തുള്ളി അത്യാവശ്യം നമുക്കൊന്ന് മൂത്ത് കിട്ടണം. അതുപോലെ തന്നെ ചെറിയൊരു 4 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെളുത്തുള്ളിയുടെ ഒരു കളർ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് അത്യാവശ്യം വലിയൊരു സവാളയാണ് കേട്ടോ. അപ്പോൾ സവാള ഇതുപോലെ കനം കുറഞ്ഞ നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്നും ഒരുപാടങ്ങ് വഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-3 വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു സവാളയുടെ കൂടെ തക്കാളി മാത്രം ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയിട്ട് എടുക്കാനാണ് കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കത്തിന് പകരം ബീൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ആ ഒരു വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്, അത്യാവശ്യം നന്നായിട്ട് വേകണം. എന്നാലും നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിനായിരിക്കണം കിടക്കേണ്ടത്. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാറ്റി ഇട്ട് കൊടുത്ത് ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പച്ച ചൊവയൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മസാലപ്പൊടികളാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എഗ് റൈസിൽ നമ്മൾ യാതൊരു സോസുകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി പൊടികളുടെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചും കൂടി ഈ ഒരു റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്.
ടേബിൾ സ്പൂണിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമ്മൾ ഈ ഒരു റൈസ് റെഡിയാക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടാണ് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഓയിൽ കിടക്കുന്ന അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുട്ട നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ഒന്ന് തൂക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം ഒരു മുട്ടയിൽ കുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഇളക്കാതെ വെക്കുക. അതിനുശേഷം മുട്ടയിൽ കുക്കായി വരുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് ചിക്കിട്ടെടുക്കുക. അത്യാവശ്യം ഒരു മുട്ട ഫുള്ളായിട്ട് കുക്കായി വരുമ്പോഴത്തേക്കും ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു മുട്ട ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ആ ഒരു മുട്ടയൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബസുമതി റൈസ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു ചോറും ഇതിൽ കിടന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചൂടായിട്ട് കിട്ടണം. അപ്പോൾ ഒരു മസാലയ്ക്ക് ഒരു ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു 3-4 ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ മുതൽ ഒരു 1/2 ടേബിൾ സ്പൂൺ വരെയൊക്കെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരുന്നു. വീണ്ടും കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ലാസ്റ്റ് എരിവ് കുറച്ച് കുറവായതുകൊണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ വിനാഗിരിയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ യാതൊരു സോസുകളും ഒന്നും തന്നെ ഉപയോഗിക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റിയായിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു എഗ്ഗ് റൈസ് മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്കൂളിലേക്ക് ഓഫീസിലേക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തേക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഇതിൻ്റെ കൂടെ ഞാൻ തൈരും കൊണ്ടുള്ള ഒരു സാലഡാണ് റെഡിയാക്കുന്നത്. ഇതുപോലെ ചെറിയൊരു സവാള വളരെ പൊടിയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കൈവച്ചിട്ടൊന്ന് തിരുമിയിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുക്കുംബർ ഉണ്ടെങ്കിൽ കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിനുള്ള പച്ചമുളകും അതുപോലെ തന്നെ തൈര് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സാലഡൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും. ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എഗ് റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.